നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ മുതൽ മാധ്യമങ്ങളിൽ കണ്ടൊരു വാർത്ത, അതായത് വട്ടിയൂർക്കാവ് MLA വി കെ പ്രശാന്തിൻ്റെ ഓഫീസ് ഒഴിയണമെന്ന് ശാസ്തമംഗലം കൗൺസിലറായ ആർ ശ്രീലേഖ തിട്ടൂരമിട്ടിരിക്കുന്നു. പിന്നീട് സംഭവിച്ചത് നാടകീയമായ സംഭവവികാസങ്ങളാണ്. ശ്രീലേഖ തന്നെ നേരിട്ട് വി കെ പ്രശാന്തിൻ്റെ ഓഫീസിലേക്ക് എത്തുന്നു. മാധ്യമങ്ങളുടെ അകമ്പടിയോടെ വസ്തുത എന്തെന്ന് വിളിച്ചു കാണിക്കുന്നു. ശേഷം എന്താണ് താൻ പറഞ്ഞതെന്നുള്ളത് ശ്രീലേഖ തന്നെ തുറന്നു പറയുകയാണ്. അങ്ങനെ ഒരു ദുഷ്പ്രചരണം നടത്തിയ വി കെ പ്രശാന്തിൻ്റെ രാഷ്ട്രീയ നാടകമാണ് ഇന്ന് കയ്യോടെ പൊളിഞ്ഞത്. അതിന് പിന്നാലെ ഏവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ MLA ഓഫീസിൻ്റെ വാടകയാണ്. തിരുവനന്തപുരം നഗരഹൃദയത്തിൽ കോർപ്പറേഷൻ്റെ ഉടമസ്ഥയിലുള്ള ഈ കെട്ടിടത്തിന്, അതും റോഡ് സൈഡിലുള്ള ഈ കെട്ടിടത്തിന് സാമാന്യം 50,000 രൂപയ്ക്ക് അടുത്ത്, അതിന് മുകളിലേക്ക് വാടക ലഭിക്കുന്ന ഒരു കെട്ടിടം കേവലം 872 രൂപയ്ക്കാണ് 7 വർഷമായി MLA കൈയടക്കി വെച്ചിരിക്കുന്നത്. 70,000 രൂപയ്ക്ക് മുകളിൽ MLAക്ക് ഓഫീസ് എടുക്കാനായി അലവൻസ് ഉള്ളപ്പോൾ, 10 കിലോമീറ്ററിനുള്ളിൽ കേവലം 5 കിലോമീറ്ററിനകത്ത് തന്നെ MLA ക്വാർട്ടേഴ്സ് ഉള്ളപ്പോൾ, തൊട്ടടുത്തായി വീടുള്ളപ്പോഴാണ് ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് മുൻ ഭരണസമിതിയുമായി മുൻ മേയറായിരുന്ന വി കെ പ്രശാന്ത് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തായിരുന്നാലും അതിൻ്റെ കള്ളി ഇന്ന് പൊളിച്ചിരിക്കുകയാണ്. എന്ത് തന്നെ സംഭവിച്ചാലും വി കെ പ്രശാന്തിനി അധിക നാൾ അവിടെ വാഴില്ല എന്നുള്ള സൂചന കൂടി ആർ ശ്രീലേഖ നൽകി കഴിഞ്ഞിരിക്കുകയാണ്. കൂടും കുടുക്കയും എടുത്ത് വി കെ പ്രശാന്ത് പറഞ്ഞതുപോലെ തന്നെ പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ട ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. ഇപ്പോഴത്തെ മേയറായിട്ടുള്ള അഡ്വക്കേറ്റ് വി രാജേഷുമായി ഇതുമായി ബന്ധപ്പെട്ട വിഷയം ശ്രീലേഖ ചർച്ച ചെയ്യുമെന്നാണ് സൂചന. അതിൻ്റെ സാധുതകളൊക്കെ തന്നെ പരിഗണിച്ച് വേണ്ട വിധത്തിലുള്ള നടപടിയും നിലവിലത്തെ ഭരണസമിതി കൈക്കൊള്ളുമെന്ന ഉറപ്പും കിട്ടിക്കഴിഞ്ഞു. കോർപ്പറേഷൻ കൗൺസിലർ ഓഫീസായി പ്രവർത്തിക്കാൻ കിട്ടിയ ഒരു കുടുസുമുറിയാണ് ശ്രീലേഖയുടെ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്. അവിടുത്തെ സ്ഥലപരിമിതി എടുത്തുകാട്ടിയാണ് വട്ടിയൂർക്കാവ് MLA കഴിഞ്ഞ ദിവസം ശ്രീലേഖ വിളിക്കുകയുണ്ടായത്. വി കെ പ്രശാന്ത് കൈവശം വെച്ചിരിക്കുന്ന കോർപ്പറേഷൻ്റെ കെട്ടിടം അതൊന്ന് ഒഴിഞ്ഞു തന്നാൽ തനിക്കേറെ ഉപകാരമായിരിക്കുമെന്നുള്ള അഭ്യർത്ഥനയായിരുന്നു ശാസ്തമംഗലം കോർപ്പറേഷൻ കൗൺസിലറായിട്ടുള്ള ശ്രീലേഖ മുന്നോട്ട് വെച്ചത്. തിട്ടൂരമായിരുന്നില്ല, ഭീഷണിയായിരുന്നില്ല, ഉത്തരവായിരുന്നില്ല, മറിച്ച് ഒരു അഭ്യർത്ഥനയായിരുന്നു. സഹായിക്കണമെന്ന് പറഞ്ഞ് വിളിച്ചതായിരുന്നു. ഇന്നലെ രാവിലെ ആയിരുന്നു ശ്രീലേഖ വി കെ പ്രശാന്തിനോട് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. തൻ്റെ ഓഫീസിൻ്റെ പരിമിതി ചൂണ്ടിക്കാട്ടിയാണ് തന്നെ കൂടി ഒന്ന് പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിച്ചത്. MLA ഓഫീസ് മാറിത്തരാമോ എന്നാണ് വി കെ പ്രശാന്തിനോട് ഒരു സഹോദരനോടെന്ന പോലെ അഭ്യർത്ഥിക്കുക മാത്രമായിരുന്നു താൻ ചെയ്തതെന്നാണ് ശ്രീലേഖ ഇന്ന് പറഞ്ഞത്. അതല്ലെങ്കിൽ വി കെ പ്രശാന്ത് നിഷേധിക്കട്ടെ എന്ന് വി കെ പ്രശാന്തിന് മുന്നിൽ വെച്ച് തന്നെ തുറന്നടിച്ചു. ഒഴിയാൻ പറ്റില്ലെന്നും പറ്റുമെങ്കിൽ ഒഴിപ്പിച്ചോ എന്നുള്ള മറുപടി ആയിരുന്നു വി കെ പ്രശാന്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പ്രശാന്തിൻ്റെ കയ്യിൽ ഫോൺ റെക്കോർഡ് ഉണ്ടെങ്കിൽ അത് ഉറപ്പായും പുറത്തുവിടണം. തൻ്റെ കയ്യിൽ അത്തരത്തിലുള്ള ഒരു റെക്കോർഡ് ഇല്ലാത്തത് കൊണ്ടാണ് ഇത് ആവശ്യപ്പെടുന്നത്. ആ റെക്കോർഡ് പരിശോധിച്ചാൽ കാര്യങ്ങൾ ആർക്കും വ്യക്തമാകും. ഓഫീസിൻ്റെ കാര്യത്തിൽ തുടർ നടപടി മേയറുമായി കൂടിയാലോചിച്ച് എന്തായിരുന്നാലും തീരുമാനിക്കാൻ നിലവിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. സംഭവം വിവാദമായതിന് പിന്നാലെ ശ്രീലേഖ വി കെ പ്രശാന്ത് MLA നേരിട്ട് തന്നെ കണ്ടു. ഒരേ കെട്ടിടത്തിലാണ് കൗൺസിലറുടെ ഓഫീസും MLAയുടെ ഓഫീസുമെങ്കിലും ആ കെട്ടിടത്തിന് 90% വിനിയോഗിക്കുന്നത് MLA ഓഫീസിനാണ്. വളരെ ചെറിയൊരു മുറി മാത്രമാണ് കൗൺസിലർക്കായി മാറ്റിവെച്ചിട്ടുള്ളത്. അവിടെ ഒരു 4 കസേര തികച്ചിടാൻ പോലും കഴിയില്ല. ഫയലുകളും മറ്റുമൊക്കെ വയ്ക്കുന്ന ഷെൽഫ് ടോയ്ലറ്റിലേക്കാണ് കടത്തി വയ്ക്കേണ്ടി വരുന്നത്. ഇത്തരം ഒരു ബുദ്ധിമുട്ട് ചൂണ്ടിക്കാട്ടിയാണ് കോർപ്പറേഷൻ വക കെട്ടിടം ചെറിയ തുക വാടകയ്ക്ക് കൈവശം വെച്ചിരുന്ന MLAയോട് തന്നെ കൂടി ഒന്ന് ദയവ് ചെയ്ത് പരിഗണിക്കുക എന്ന അഭ്യർത്ഥന മുന്നോട്ട് വെച്ചത്. ഇങ്ങനെയായിരുന്നു ശ്രീലേഖ പറഞ്ഞത്. ഞാൻ കൗൺസിലറായി എല്ലാവിധ സഹായങ്ങളും ഉണ്ടാകണമെന്ന് ആദ്യം വി കെ പ്രശാന്തിനോട് പറഞ്ഞു. പിന്നാലെ തനിക്കൊരു അപേക്ഷയുണ്ടെന്ന് പറഞ്ഞ് കെട്ടിടത്തിൻ്റെ കാര്യം സൂചിപ്പിച്ചു. ഞാൻ കൗൺസിലറായി, പക്ഷേ എനിക്ക് ഇരിക്കാനുള്ള സ്ഥലമില്ല, അതുകൊണ്ട് ആ ഓഫീസ് ഒന്ന് മാറിത്തരാൻ പറ്റുമോ, അത് പരിഗണിക്കണേ, അതെൻ്റെ ഒരു അപേക്ഷയാണേ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ പ്രാവശ്യം ബുദ്ധിമുട്ടായിരിക്കും, തിരഞ്ഞെടുപ്പ് കഴിയും വരെ കെട്ടിടം വേണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്ക് 5 വർഷത്തേക്ക് ജോലി ചെയ്യേണ്ടതല്ലേ, ആ കെട്ടിടം കിട്ടിയാൽ ഏറെ നന്നായിരുന്നു എന്നാണ് ശ്രീലേഖയുടെ മറുപടി. അതൊന്ന് പരിഗണിക്കും, പതുക്കെ മതി തീരുമാനം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷേ വട്ടിയൂർക്കാവ് MLA ആകട്ടെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി ഇതിനെ മാറ്റി വിവാദമാക്കാനുള്ളൊരു ശ്രമം നടത്തി. ഈ വിവരം മറ്റൊരു രീതിയിൽ മാധ്യമ സുഹൃത്തുക്കളെ വിളിച്ച് എത്തിക്കുകയായിരുന്നു. ശ്രീലേഖയുടെ തിട്ടൂരം, ഭീഷണി, തന്നെ ഒഴിപ്പിക്കാനായിട്ടുള്ളൊരു നീക്കം, ഇങ്ങനെയൊക്കെ ആയിരുന്നു വി കെ പ്രശാന്തിൻ്റെ ഭാഷ്യം. താനും കോർപ്പറേഷനും തമ്മിൽ ഒരു കരാറുണ്ടെന്നും ആ കരാർ അനുസരിച്ചുള്ള കാലാവധി എന്ന് കഴിയുമോ അന്ന് വരെ അവിടെ ഉണ്ടാകും, ആ കാലാവധി കഴിയാത്ത പക്ഷം അവിടെ നിന്ന് ഒഴിയാൻ കഴിയില്ല എന്നാണ് പ്രശാന്ത് പറയുന്നത്.
കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് കെട്ടിടം ഒഴിയണമെന്ന് ശ്രീലേഖ ഭീഷണി മുഴക്കിയെന്നോ നിർബന്ധം പിടിച്ചെന്നോ രീതിയിലുള്ള ഒരു സൂചനയായിരുന്നു വി കെ പ്രശാന്ത് നൽകിയത്. അങ്ങനെ ഒരു നരേറ്റീവ് വി കെ പ്രശാന്ത് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ചുകൊണ്ട് ഉപയോഗപ്പെടുത്തിയെന്നാണ് BJP പ്രവർത്തകരുടെ ആക്ഷേപവും. എന്നാൽ കോർപ്പറേഷനുമായിട്ടുള്ള കരാറിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. അത് മേയർ എന്തായിരുന്നാലും പരിശോധിക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. MLA ഓഫീസ് പ്രവർത്തിപ്പിക്കാൻ ഉൾപ്പെടെ ഏതാണ്ട് 70,000 രൂപയാണ് ഓരോ MLA മാർക്കും അലവൻസ് കിട്ടുന്നത്. ഏതാണ്ട് 872 രൂപയാണ് വി കെ പ്രശാന്തിന് ശാസ്തമംഗലത്തുള്ള ഓഫീസിൻ്റെ വാടക. അതും തിരുവനന്തപുരം കോർപ്പറേഷൻ കെട്ടിടമാണ് ഓഫീസാക്കി കൈവശം വെച്ചിരിക്കുന്നത്. MLAക്ക് എന്തിനാണ് കോർപ്പറേഷൻ്റെ കെട്ടിടം? MLAക്ക് അല്ലാതെ തന്നെ MLA ഓഫീസ് എടുക്കാനുള്ള അലവൻസ് ഉണ്ടല്ലോ. തുച്ഛമായ ശമ്പളം കൈപ്പറ്റുന്ന കൗൺസിലർമാർക്ക് ഇത് വിട്ടുകൊടുക്കുന്നതല്ലേ ഔചിത്യം? 7 വർഷക്കാലമായി വി കെ പ്രശാന്ത് ഈ കെട്ടിടം ചെറിയ തുക വാടകയ്ക്ക് ഇങ്ങനെ ദുരുപയോഗം ചെയ്യുന്നുവെന്ന ആക്ഷേപം BJP നേതാക്കൾ തന്നെ നേരത്തെ ഉയർത്തിയിട്ടുണ്ട്. ശ്രീലേഖയുടെ ഈ അഭ്യർത്ഥനയെ അത് നിഷേധിക്കുന്ന തരത്തിലേക്ക് വളച്ചൊടിക്കുന്ന രീതിയിലേക്കാണ് വി കെ പ്രശാന്ത് മാറ്റിയതെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. MLA ഓഫീസ് പ്രവർത്തിപ്പിക്കാനായി കിട്ടുന്ന അലവൻസും ശാസ്തമംഗലത്തെ മുറിയുടെ വാടകയ്ക്കായി പ്രശാന്ത് അടയ്ക്കുന്ന ചെറിയ തുകയും തമ്മിലുള്ള വ്യത്യാസം തന്നെയാണ് ഇപ്പോൾ ഏവരും ചർച്ച ചെയ്യുന്നത്. 10-1 പോലും വി കെ പ്രശാന്തിന് അലവൻസ് തുകയിൽ നിന്നും അടയ്ക്കേണ്ടി വരുന്നില്ല. MLAക്ക് മണ്ഡലത്തിൽ എവിടെയും ഓഫീസ് തുറക്കാം. അതും വട്ടിയൂർക്കാവ് MLA ആണ്. പക്ഷേ ശാസ്തമംഗലം വാർഡിലെ കൗൺസിലർക്ക് ശാസ്തമംഗലത്ത് തന്നെ ഒരു ഓഫീസ് വേണമല്ലോ. അതിനുവേണ്ടി ഏറ്റവും കുറഞ്ഞ തുകയ്ക്ക് കിട്ടുന്ന ഒരു ഓഫീസ് എന്ന രീതിയിലാണ് ഇതിനെ നോക്കിക്കണ്ടത്. അതും റോഡ് സൈഡിൽ തന്നെ ലഭിക്കുന്നതാണ്, കോർപ്പറേഷന് തന്നെ കെട്ടിടവുമാണ്. എന്നാൽ കെട്ടിടം താൻ തന്നെ ഇനിയും ഉപയോഗിക്കുമെന്ന ഭീഷണിയുടെ സ്വരമാണ് വി കെ പ്രശാന്ത് ശ്രീലേഖയോട് കാട്ടിയത്. കൗൺസിലറുടെ ഓഫീസിൽ ഫയലുകളും മറ്റും വയ്ക്കുന്ന ഷെൽഫ് പോലും വയ്ക്കാനുള്ള സ്ഥലമില്ല. ഈ വസ്തുതയൊക്കെ തന്നെ മറച്ചു പിടിച്ചാണ് വി കെ പ്രശാന്ത് ഇക്കാര്യം പറഞ്ഞത്. എന്നാൽ മാധ്യമപ്രവർത്തകർ ഇത് എടുത്തു പറഞ്ഞപ്പോൾ അതിനെ പരിഹസിക്കുന്ന രീതിയിലുള്ള മറുപടി പ്രശാന്ത് പറഞ്ഞു. ഇത്രയും കാലം ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ, ഇന്നെന്താണ് പെട്ടെന്ന് ഒരു കുഴപ്പമുണ്ടായത്? കോർപ്പറേഷൻ ഇനി ഏതെങ്കിലും തരത്തിൽ തന്നെ കുടിയിറങ്ങാനായി ശ്രമിച്ചാൽ അതിനെ നേരിടുമെന്നും വി കെ പ്രശാന്ത് തന്നെ പറയുന്നുണ്ട്. ശ്രീലേഖ നേരിട്ട് ഫോണിൽ വിളിച്ച് നടത്തിയ സംഭാഷണം ദുരുദ്ദേശപരമായിട്ടുള്ള രീതിയിൽ ബുൾഡോസർ രാജാണ് ഇതൊക്കെ എന്നുള്ള തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വി കെ പ്രശാന്ത് നടത്തിയത് ആരുടെ ഉത്തരവ് പ്രകാരമാണ് എന്ന ചോദ്യം ഇതിന് പുറകെ പലരും ചോദിക്കുന്നുണ്ട്. എന്തായിരുന്നാലും ഔചിത്യപൂർവ്വമായി ശ്രീലേഖയാകട്ടെ മാധ്യമപ്രവർത്തകരെ തന്നെ വിളിച്ചു വരുത്തി ശാസ്തമംഗലത്ത് കൗൺസിലറായി അനുവദിച്ച മുറി കാട്ടിക്കൊടുത്തു. അതിനെ തുടർന്ന് വി കെ പ്രശാന്തിൻ്റെ ഓഫീസ് മുറി സന്ദർശിച്ചു. മാധ്യമങ്ങളുടെ പ്രതികരണത്തിന് പിന്നാലെ ശ്രീലേഖ ആ വിവാദത്തിന് ആധാരമായിട്ടുള്ള ഓഫീസിലെത്തി പ്രശാന്തിനെ കണ്ട് കാര്യങ്ങൾ പരിഹരിക്കുകയും ചെയ്തു. ഞങ്ങൾ തമ്മിൽ യാതൊരു കുഴപ്പവുമില്ല, ചെറിയൊരു കാര്യം മാധ്യമങ്ങൾ വിവാദമാക്കിയെന്ന് ശ്രീലേഖ പറഞ്ഞു. ഒരു തർക്കവുമില്ല, താൻ അഭ്യർത്ഥിച്ചു. പ്രശാന്ത് ഈ 3-4 മാസമേ ഇനി ഇവിടെ ഇരിക്കൂ, അതിന് തനിക്ക് യാതൊരുവിധ കുഴപ്പവുമില്ല. അത് കഴിയുമ്പോൾ തിരഞ്ഞെടുപ്പാകും. പക്ഷേ എൻ്റെ ആളുകളും ഞാനും ആ ഓഫീസിലിരിക്കും, അതല്ലാതെ വേറെ മാർഗമില്ലല്ലോ. അതിൻ്റെ ബുദ്ധിമുട്ട് പ്രശാന്ത് സഹിക്കേണ്ടി വരും. ഇങ്ങനെയാണ് ശ്രീലേഖയുടെ മറുപടി. 7 വർഷമില്ലാത്തൊരു ബുദ്ധിമുട്ട് മാഡം ഇവിടെ വന്നിരിക്കുന്നതുകൊണ്ട് തനിക്കില്ല എന്നാണ് പ്രശാന്ത് പറഞ്ഞിരിക്കുന്നത്. മാധ്യമപ്രവർത്തകരോടൊപ്പം അവിടെ എത്തി വി കെ പ്രശാന്തിനെ കണ്ട ശ്രീലേഖ പ്രശാന്ത് തൻ്റെ അനിയനെ പോലെയാണ് കണ്ടിരിക്കുന്നതെന്നും തങ്ങൾ തമ്മിൽ മികച്ച സൗഹൃദമുണ്ടെന്നും വി കെ പ്രശാന്തിന് ഹസ്തദാനം നൽകി ഫോട്ടോ എടുത്ത് പിരിയുകയും ശ്രീലേഖ ചെയ്തിട്ടുണ്ട്. അതേസമയം ഈ വിഷയത്തെ തുടർന്ന് ശക്തമായ വിമർശനമാണ് ശ്രീലേഖയ്ക്കെതിരെ പല കോണിൽ നിന്നും ഉയരുന്നത്. ജനകീയനായ MLAയുടെ ഓഫീസ് ഒഴിപ്പിക്കാനുള്ള നീക്കം ജനാധിപത്യ മര്യാദകളുടെ പരസ്യമായ ലംഘനമെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത്. 7 വർഷമായി വട്ടിയൂർക്കാവിലെ ആയിരക്കണക്കിന് സാധാരണക്കാർക്ക് ആശ്രയമായ ഒരു ഓഫീസിന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നത് രാഷ്ട്രീയ പകപോക്കലല്ലാതെ മറ്റൊന്നുമല്ലെന്നാണ് പറയുന്നത്. ഓഫീസ് ഒഴിയണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകേണ്ടത് നഗരസഭാ സെക്രട്ടറിയാണ്, മറിച്ച് വ്യക്തിവിരോധം തീർക്കാൻ കൗൺസിലർ നേരിട്ടിറങ്ങുന്നതല്ല കീഴ്വഴക്കം. സഖാവ് വി കെ പ്രശാന്തിന്റെ പോരാട്ടങ്ങൾക്ക് പൂർണ്ണ പിന്തുണയെന്നാണ് മന്ത്രി ഫേസ്ബുക്കിൽ കുറിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കണ്ടിവാർത്ത ഇൻസൈറ്റ്.